എല്ലാ കൂട്ടുകാർക്കും വിഷുദിനാശംസകൾ. അപ്പോൾ രാവിലെ കുളിച്ച് റെഡിയായി കുറച്ച് താമസിച്ച് ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ്. ആദ്യം പോകുന്നത് വീടിനടുത്തുള്ള അമ്പലം, കൃഷ്ണൻ്റെ അമ്പലം, മഹാവിഷ്ണു ലക്ഷ്മി നാരായണ രണ്ടുപേരുമുള്ള അമ്പലമാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നത് തൊഴുവാൻ. അമ്പലം കാണിക്കാം. ഇതാണ് അമ്പലം. അതിമനോഹരമായ ഒരു ഗോപുരമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട്. കണ്ട, അത് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അണ്ണൻ പണി കഴിപ്പിച്ച് കൊടുത്തതാണ്. ബാംഗ്ലൂരാണ് പുള്ളിക്ക് ബിസിനസ്സൊക്കെ ഉള്ളത്, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞാൻ അമ്പലത്തിലോട്ട് പോകുന്നു. അകത്ത് എന്തോ പാട്ടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് ലക്ഷ്മി നാരായണ സ്വാമി ക്ഷേത്രത്തിലെ ഞങ്ങളുടെ കണി. അങ്ങനെ ഞാൻ കണി കണ്ടു. മഞ്ചാടി കുരുവൊക്കെ വെച്ചിട്ടുണ്ട്. വിഷ്ണു ഭഗവാന് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ട് എനിക്ക് ഇവിടുന്ന് കൈനീട്ടവും കിട്ടി. ഗണപതി ഭഗവാൻ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഈ കണി. അങ്ങനെ ഞാൻ ആദ്യം പോയത് വിഷ്ണു നാരായണ ക്ഷേത്രത്തിലാണ്, തൊട്ടടുത്തുള്ള. അങ്ങനെ ഭഗവാന് വെച്ചിരിക്കുന്ന കണിയും ഗണപതി ഭഗവാന് വെച്ചിരിക്കുന്ന കണിയും ഞാൻ കണ്ടു. ഇതാണ് അമ്പലത്തിൻ്റെ കോമ്പൗണ്ട്. ആ കാറിട്ടിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കഞ്ഞിയും ചോറുമൊക്കെ വയ്ക്കുന്ന അവിടെ ആ ഷെഡിലിട്ടാണ്. ഇവിടെയാണ് നമുക്ക് പൂജാ സാധനങ്ങളെല്ലാം കിട്ടുന്നത്. 2 ചേച്ചിമാരവിടെ ഉണ്ട്. ഓരോരുത്തരൊക്കെ അന്ന് വിഷു ആയതുകൊണ്ട് തൊഴുവാനായിട്ട് പോകുന്നു. അടുത്ത അമ്പലത്തിലേക്ക് പോകാനായിട്ട് വന്നപ്പോൾ കണ്ട ബോഗൺവില്ല കണ്ട വഴിയിൽ വളർന്നു നിൽക്കുന്നത്. അടുത്തതായിട്ട് പോയത് ശിവൻ കോവിലാണ്. ഞങ്ങളുടെ ഫേമസ് ആയിട്ടുള്ള വീടിനടുത്തുള്ള ശിവക്ഷേത്രമാണിത്. അമൃതകുളം എന്ന് പറയും ആ സ്ഥലത്താണിത്. ഇവിടെ ശിവഭഗവാനാണ്. പുതിയ അമ്പലമൊക്കെ കെട്ടി ഭഗവാനെ ഇരുത്തിയിരിക്കുകയാണ്. നല്ല ഒരു പുതിയ ബിൽഡിങ്ങൊക്കെയാണ്. പുതിയ അമ്പലം പണിത് അധികം നാളായിട്ടില്ല. ഇതാണ് റോഡിൽ നിന്ന് അകത്തോട്ട് കയറുന്നതിനുള്ള വഴി. അവിടെ നിന്ന പൂവ് കണ്ട കിടിലം തെറ്റി പൂവ്. അങ്ങനെ അകത്ത് കയറി ഞാൻ ശിവഭഗവാനെ തൊഴുത് വേണ്ട അവിടെ നിന്ന് ശിവഭഗവാന്റെ കണി ഞാൻ വീഡിയോ എടുത്തു. കണ്ട വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കണ്ടല്ലോ എല്ലാ കൂട്ടുകാരും. എല്ലാവരും ഈ വീഡിയോ കാണണം. കാരണം ഇത്രയും കണി കാണുന്നത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഇത്രയും അമ്പലത്തിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പോയ എല്ലാ അമ്പലങ്ങളിലെയും കണിയാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ഐശ്വര്യവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ഈ കണി കാണണം. ഗണപതി ഭഗവാനും എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ആ ഭഗവാന് വയ്ക്കുന്നതിൻ്റെ ആ ഭാഗത്ത് ഇതും ഒരു സെറ്റായിട്ട് വെച്ചിരിക്കുന്നു. കണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. കണിക്കൊന്നയും ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ഭഗവാനെ തൊഴുതു. അടുത്തതായിട്ട് വന്നത് മുരിച്ചാലുംമൂട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അങ്ങനെ അകത്തേക്ക് കയറി. ഇത് മിക്കവാറും ഞാൻ പോകാറുള്ളൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അത് നേരിട്ട് നിന്ന് ഫോട്ടോ എടുത്താൽ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ കിട്ടും. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിന്നാണ് എടുത്തത്. അങ്ങനെ അത് നേരത്തെ കണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റേതായിരുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ പുതുകാവിലെത്തി. പുതിയകാവ് ഭഗവതിയുടെ അടുത്തിരിക്കുന്ന ഈ വിഷുക്കണി എല്ലാവരും കാണണം. എല്ലാവരും ഇന്ന് പുതുകാവിൽ പോകാൻ പറ്റി കാണത്തില്ല. ഇതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇട്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ അല്ല, ഇത് ഷോട്ടിൻ്റെ വീഡിയോ ആയിപ്പോയി. ഇനിയിപ്പോൾ ഇത് മാറ്റാനും ഒന്നും പറ്റത്തില്ല. ഇനിയിപ്പോൾ അതങ്ങനെ തന്നെ കിടക്കട്ടെ. ഇത് ഞാൻ ഫേസ്ബുക്കിലിട്ടായിരുന്നു. അപ്പോൾ ഈ വിഷുവിൻ്റെത് അങ്ങനെ ഞാൻ പല വീഡിയോസും എടുത്തായിരുന്നു. വീഡിയോ യൂട്യൂബിലിടുന്നതിനായിട്ടും പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലിടുന്നതിനായിട്ടും. നാണയങ്ങൾ കണ്ട ഭഗവതിക്ക് വെച്ചിരിക്കുന്ന നാണയങ്ങൾ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് നോക്കിയാണ്. പുതുകാവിൽ ചെന്ന് നമ്മൾ ഈ കണി കണ്ട നമ്മൾ അമ്പരന്ന് പോകും. അത്രയ്ക്ക് ഫ്രൂട്ട്സാണ്, എന്തെല്ലാം ഉണ്ടെന്ന് നോക്കി. നാണയങ്ങൾ കണ്ടായിരിക്കുന്നത്. എല്ലാവരും കാണുക, എല്ലാവരും കണി കാണുക. കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേരും മഞ്ഞ തുകച്ചാർത്തി കണ്ട കനക കിങ്ങിണി വളകൾ മോടിയ അണിഞ്ഞു കാണണം ഭഗവാനെ. കണ്ട എന്തെല്ലാം ഉണ്ടെന്നൊക്കെ.
എനിക്കിന്ന് ഏറ്റവും സന്തോഷം കിട്ടിയത് പുതിയകാവിൽ ഏതാണ്ട് മഞ്ഞൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. എൻ്റെ മുട്ടനൊരു ചക്ക അവിടെ ഇരിക്കുന്നു. ഭഗവതിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ കുറച്ച് സമയം അങ്ങ് നോക്കി. ഇന്ന് ഞാൻ വീഡിയോ എടുത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് എനിക്ക് സന്തോഷമായി. പുതിയകാവ് ഭഗവതിക്ക് വെച്ചിരിക്കുന്ന കണി ഒരുക്കി എല്ലാ കൂട്ടുകാരും കാണുക. കണ്ട ഇനി അടുത്തതായിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ബസ്സിലാണ് എൻ്റെ യാത്ര. അടുത്തതായിട്ട് എൻ്റെ കുടുംബക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. ബസ്സിലാണ് ഞാൻ പോയത്. അങ്ങനെ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ബസ്സിലൊക്കെ ഇന്ന് വളരെ തിരക്ക് കുറവാണ്. കാരണം എല്ലാവരും വീട്ടിൽ വാഹനങ്ങൾ കാണും. എല്ലാവരും ഫാമിലിയായിട്ട് അങ്ങ് അമ്പലത്തിലും ടൂറിനും ഒക്കെ അങ്ങ് പോകും. 2 ദിവസം അവധിയല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഏതാണ്ട് നെടുങ്ങോലം ഭാഗം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയോരത്ത് നിന്ന് ഞാൻ കുറച്ച് വീഡിയോ അങ്ങനെ പകർത്തി. കാരണം നല്ല കിട്ടത്തക്കവണ്ണം ഞാൻ ഇരുന്നു. അതുകൊണ്ടാണ് സൈഡ് സീറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ എടുത്തു. ഇത് എൻ്റെ അമ്പലം, ഞങ്ങളുടെ ഒല്ലാൽ ശിവക്ഷേത്രത്തിലെ ഭഗവാന് അണിയിച്ചിരിക്കുന്ന കണ്ട കണിക്കൊന്നയാണ്. എല്ലാവരും കാണുക. എന്ത് രസമാണെന്ന് നോക്കിയാണ് ഭഗവാന് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതും വലിയൊരു ചക്കയാണ്. എന്ത് മനോഹരമായിട്ട് കണി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് നോക്കിയേ കൂട്ടുകാരെ എല്ലാവരും. ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം, കൊല്ലാൽ ശിവക്ഷേത്രം. അവിടെ നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു. എനിക്ക് കണ്ടിട്ടും മതിയാ. പക്ഷെ ഞാനങ്ങ് എന്നപ്പോൾ താമസിച്ചു പോയി. അതുകൊണ്ട് എന്തായാലും എനിക്ക് ഭഗവാനെ തൊഴുവാൻ പറ്റി. അങ്ങനെ ഭഗവാനെ ചാർത്താനായിട്ടൊരു മാലയും എനിക്ക് അവിടെ ഒരു ലേഡി കൊണ്ടുവന്ന് തന്ന്. അങ്ങനെ അതും സമർപ്പിച്ചു. അങ്ങനെ അപ്പോഴേ പുറത്തോട്ട് ഇറങ്ങിക്കേണ്ടത് ചിലപ്പോൾ നിവേദ്യമായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് കാവ് അടച്ചിരിക്കുകയായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ കാവിൽ തൊഴുവാറുണ്ട്. ഇതാണ് കൊല്ലാൽ ശിവക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട്. ഞാൻ അവിടെ നിന്ന് ഓരോ വീഡിയോസൊക്കെ എടുക്കുകയാണ് എൻ്റെ സന്തോഷത്തിന്. ഞാൻ മാത്രമാണ് പോയത്. ഒറ്റയ്ക്കുള്ള യാത്രകൾ എനിക്ക് വളരെയധികം സന്തോഷം തരുന്നു. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ബസ്സിൽ ഇഷ്ടമുള്ള കണക്ക് യാത്ര ചെയ്യാം. നമ്മുടെ സ്വാതന്ത്ര്യം. അങ്ങനെ അങ്ങനെ ആ ശിവഭഗവാനെ തൊഴുത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ അടുത്തതായിട്ട് പോകുന്ന സ്ഥലമാണിത്. ഇത് ഊന്നിൻമൂട് വഴി വർക്കല ബസ്സിലാണ്. അതുമാത്രമല്ല ശിവഗിരി മഠത്തിലേക്കുള്ള പ്രൈവറ്റ് ബസ്സാണ്. ഒറ്റ ബസ്. ഞാൻ അവിടെ നിന്ന് തൊഴുതിട്ടിറങ്ങിയപ്പോൾ എനിക്ക് ഭഗവാൻ കൊണ്ടുവന്ന് തന്നത് കണക്ക് തോന്നി. ശിവഗിരിയിൽ ഒറ്റ ബസ്സിൽ അവിടെ തന്നെ അമ്പലത്തിനകത്ത് തന്നെ കൊണ്ടുവന്ന് എന്നെ നിർത്തി എനിക്ക് പോകാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഇനി ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. അപ്പോൾ എല്ലാവരും വിഷു ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ.